ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അഡ്വക്കേറ്റാണ്, അതോടൊപ്പം തന്നെ ഗവേഷണം നടത്തുന്നുണ്ടെന്ന് ചിലർ പറയുന്നു. നിലവിൽ MP ആണ്, കേരളത്തിലെ പ്രമുഖ മുഖമാണ്. പക്ഷേ കർണാടകയിൽ പോയി കേരളത്തെ നാണം കെടുത്തി തിരിച്ചു വന്നിരിക്കുന്ന ആ മഹാന്റെ പേരാണ് റഹീം. എങ്ങനെ നോക്കിക്കാണുന്നു? അതാണ് A റഹീം. അബദ്ധം അലങ്കാരമായി സൂക്ഷിക്കുന്ന റഹീം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് A റഹീം. അദ്ദേഹം ഇതുപോലെയല്ല, ധൻഖറിനെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ധൻഖർ പിന്നെ രാജ്യസഭയിൽ ചെയർമാനായിട്ടിരിക്കുമ്പം ഈ ഇംഗ്ലീഷ് കേട്ട് ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയില്ല. അദ്ദേഹം ചെവി കൂർപ്പിച്ചിട്ട് can you റിപ്പീറ്റ് ചോദിക്കുകയാണ്. പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അന്തം വിട്ടുപോയി, ഇങ്ങനെയും ഇംഗ്ലീഷുകൾ ഉണ്ടല്ലോ എന്നുള്ളത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ മൈ കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ പോകുന്നത്. ഇത് പാർലമെന്റിൽ പിന്നെ ഈ ആൾക്കാർക്ക് അറിയാം ഓരോരുത്തരുടെ നിലവാരം, അതുകൊണ്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് പക്ഷേ വെളിയിലിറങ്ങി പറഞ്ഞാൽ ഇങ്ങനെ അല്ലല്ലോ. ഇത് വളരെ വലിയ ഭവിഷ്യത്തിലേക്ക് പോകുന്ന വിധത്തിലേക്കാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ന്യായീകരണം പറയാം, ഞങ്ങൾ സാധാരണക്കാരന്റെ ഭാഷയെ സംസാരിക്കുള്ളൂ. സാധാരണക്കാരൻ ഇംഗ്ലീഷ് അതാണ് ഇന്നലെ കണ്ടത് കർണാടകയിൽ. മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ പറയുക. അതെ, അതിന് വ്യാഖ്യാനം എങ്ങനെ ഉണ്ടാക്കും? ഇത് സേറ്റുകാരൻ്റെയും പിന്നെ ചുമട്ടുതൊഴിലാളിയുടെയൊക്കെ ഭാഷ ഇതാണ്. മറ്റേ ജയനൊരിടത്ത് ബഗേഴ്സ്, ഡോണ്ട് കോൾ us ബഗേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഭാഷ. അത് ഇതിലും ഭേദമാണ്. അദ്ദേഹത്തിന് ഗ്രാമർ മിസ്റ്റേക്ക് ആ സിനിമയിൽ അത് പറയാൻ കഴിഞ്ഞു. ഡോണ്ട് കോൾ us കൂലീസ്, ബഗേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലും ഭേദമായിട്ട് പറയാൻ കഴിഞ്ഞു. പക്ഷേ ഇത് ഈ ചുമട്ടുതൊഴിലാളി പോലും നാണിച്ചു പോകും. ചുമട്ടുതൊഴിലാളികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ പെട്ടിയെടുക്കാനും ബാഗെടുക്കാനും ഒക്കെ ചെല്ലുന്ന പിന്നെ ആൾക്കാർ, ടാക്സി ഡ്രൈവർമാരായിട്ട് എയർപോർട്ടിലൊക്കെ നിൽക്കുന്നവരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അറിയാമോ? അവർ മദാമയോടും സാഹിബിനോടും വരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അല്ല, അദ്ദേഹത്തെ കളിയാക്കുന്നതിനിടയിലും കേരളത്തിൽ ചിലർ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി എടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ഉണ്ടായിരിക്കുന്ന ഒരു തകർച്ചയാണ്. ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയാണ്. നമ്മുടെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ മലയാളികളായ കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല, അവർ പിന്നോട്ട് പോവുകയാണ്, നല്ല വിദ്യാഭ്യാസത്തിനായി നാടുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നാം ഈ അവസരത്തിൽ ചർച്ച ചെയ്യണമല്ലോ. അല്ലേ, അതാണ് ഏറ്റവും രൂക്ഷമായ വിഷയം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് ഓൾ പ്രൊമോഷൻ 99% നമ്മൾ ജയിപ്പിച്ചു വിടുകയാണ്. പക്ഷേ പുറത്തിറങ്ങിയവന് അച്ഛൻ്റെ പേര് എഴുതി അയൽവക്കാരൻ്റെ പേരാണ് എഴുതുന്നത്. ഈ അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ വലിയൊരു വിപത്താണ്. നമ്മുടെ അക്ഷരം കൂട്ടി എഴുതാൻ കഴിയാത്തത്, 2 4 പറയാൻ കഴിയാത്ത അവസ്ഥ, ഇത് നമ്മുടെ കുട്ടികളിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാണ് വിദ്യാർത്ഥികളുടെ പ്രതീകമായ A റഹീം. കാരണം വിദ്യാർത്ഥികളുടെ നേതാവായിരുന്നു അദ്ദേഹം. മറ്റൊരു കാര്യം പരിശോധിക്കണം അല്ലേ, ഇതെല്ലാം കോപ്പി അടിച്ചാണോ നേടിയതെന്നും കൂടെ പരിശോധിക്കണം. അല്ല, അത് സംശയം വേണ്ടല്ലോ, അത് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ ഗവേഷണം നടത്തുകയാണ്. ആ ഗവേഷണം ആരാണ് എഴുതി കൊടുക്കുന്നതെന്ന് അറിയില്ല. അതിനും അദ്ദേഹത്തിന് ഡോക്ടർ പിന്നെ റഹീം എന്നുള്ള പേരും കൂടി കിട്ടും. ഡോക്ടർ A റഹീമായിട്ട് മാറും. അപ്പോഴും ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ പിന്നെ കൊല്ലത്തൊരു നേതാവുണ്ട് ഇതുപോലെ. ഇത് ഒരാളല്ല, പലരും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജേഷ് മേയറായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം BA എങ്ങാണ്ട് ഗ്രാജുവേഷൻ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ LLB ഉണ്ടെന്ന് തോന്നുന്നു, അഡ്വക്കേറ്റുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഇന്ന് നോർത്ത് ഇന്ത്യൻ ചാനലുകൾ വരെ ഭംഗിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നോർത്ത് ഇന്ത്യയിൽ അണ്ണാമല കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളായിട്ട് രാജേഷ് മേയർ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. കുറഞ്ഞ പിന്നെ ആശയങ്ങൾ പിന്നെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊരു വലിയ കപ്പാസിറ്റിയാണ്. EK നായനാരെ കുറിച്ച് പറയും. EK നായനാർക്ക് വലിയ വൊക്കാബുലറി ഒന്നുമില്ല. EMS പറയുന്ന 2000 വേർഡ്സ് കൊണ്ട് പിന്നെ വലിയ പ്രസംഗം നടത്താൻ കഴിയുന്ന ആളാണ് EK നായനാർ. പറയുന്നത് ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ചെറിയ വേർഡ്സ് ആയിരിക്കും, പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട്. ഒരിക്കൽ നായനാരെ ഡൽഹിയിൽ RSSകാരനെ അവിടെ പൂട്ടി. ഇവിടെ ഒരു ഗോപാലകൃഷ്ണൻ എന്ന ഒരാൾ 82-ലാണ്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു RSSകാരനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കേരള ഹൗസിൽ വന്നപ്പം നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ സ്പീച്ചിന് വന്നതാണ് മുഖ്യമന്ത്രി. ഇദ്ദേഹത്തെ പിടിച്ച് പൂട്ടിയിട്ടു. അവിടുന്ന് പിന്നെ കേരള ഹൗസിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിച്ചിട്ടൊന്നും രക്ഷയില്ല, പോലീസ് വരുന്നില്ല. അവസാനം കേരള ഗവൺമെൻറ്റിനെ അറിയിച്ച് ഇവിടുന്ന് ചീഫ് സെക്രട്ടറി ഡൽഹിയിലെ പിന്നെ കമ്മീഷണറെ വിളിച്ചു, പോലീസ് കമ്മീഷണറെ. എന്നിട്ടും അനക്കൊന്നും ഉണ്ടാകുന്നില്ല. ഇവർ RSSകാർ ദണ്ഡയും കൊണ്ടുവന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവസാനം വളരെ പാടുപെട്ട്
എങ്ങനെയോ ഒരു 4 പോലീസുകാരെ അവസാനം അവിടുന്ന് വിട്ടു. അവരിങ്ങനെ കമ്പം കൊണ്ടുവന്നപ്പം അറസ്റ്റുകാർ ലാത്തിയൊക്കെ അവരുടെ ദണ്ഡയൊക്കെ കൊണ്ട് ചുഴറ്റിക്കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അന്നേരമാണ് നായനാർ വെളിയിറങ്ങി വരുന്നത്, ഉടുപ്പൊക്കെ പകുതി കീറിയ വട്ടിൽ. അപ്പോൾ ഉടുപ്പ് മാറി വേണ്ട, മാറുകയൊന്നും വേണ്ട, നേരെ നാഷണൽ ഇൻ്റഗ്രേഷൻ ഇന്ദിരാഗാന്ധിയുടെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ടൊരു സ്പീച്ച് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ചെറിയ വാക്കുകളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും ഇങ്ങനെ ഇരിക്കുകയാണ്. മാഡം സ്റ്റോപ്പ് യുവർ നാഷണൽ ഇൻ്റഗ്രേഷൻ, വാട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ, നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് കയറുകയാണ്. ഇൻ മൈ ഹൗസ്, കേരള ഹൗസ്, ഐ ആം അറ്റാക്ഡ്, വേർ യുവർ പോലീസ്, വാട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ യു ആർ മേക്കിംഗ് ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് തട്ടാൻ തുടങ്ങി. ഒരു വാക്കിലും വലിയ അക്ഷരങ്ങളോ പിന്നെ വേർഡ്സോ ഒന്നുമില്ല, പക്ഷേ ഉള്ള കാര്യം എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ ഇന്ദിരാഗാന്ധി കണ്ണാടിയെ കൂരി ഉടനെ തന്നെ ശ്രദ്ധിച്ചു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, ഐ ആം സ്റ്റോപ്പിംഗ് മൈ സ്പീച്ച്, യു ടെൽ മീ വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ കേരള ഹൗസ് എന്ന് പറഞ്ഞു. പിന്നെ നായനാർ അദ്ദേഹത്തിൻ്റെ സുസിദ്ധമായ ഇംഗ്ലീഷിൽ, കേരള ഹൗസ് ഈസ് മൈ ഹൗസ്, there are some hooligans came, I called your commissioner, he didn't appear, his police didn't appear, what nonsense national integration you are speaking എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം തട്ടി. അവിടെ ഇത് ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാവുന്ന കാര്യമേ ഉള്ളൂ, പക്ഷേ അത് ഭംഗിയായിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് യാതൊരു അതൃപ്തിയും തോന്നുന്നില്ല. ഇതുപോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ റഹീമിന്. അപ്പം ഇത് കേരളത്തിലെ അപമാനിക്കുന്ന, ഇത് കേരളത്തിൻ്റെ പൊതുവിലുള്ള വിദ്യാഭ്യാസ അവസ്ഥ, അതായത് കോളേജിൽ, സർക്കാർ സ്കൂളിൽ പഠിക്കുന്നവൻ ഇങ്ങനെ ആയിത്തീരും എന്നുള്ളതിൻ്റെ ഒരു മുഖമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് സഖാക്കൾ എല്ലാവരും, ഇപ്പോഴത്തെ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും പിന്നെ കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലൊക്കെ പിള്ളേരെ അയച്ച് പഠിപ്പിക്കുന്നത്. ഇവിടെ PM ശ്രീ വേണ്ടാന്ന് പറയുന്ന CPI മന്ത്രിമാരും CPI നേതാക്കളും വരെ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പഠിപ്പിക്കുന്നത് വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് പോലത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ്. എന്നിട്ട് അവർ പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് PM ശ്രീ പാടില്ല എന്ന് പറയുന്നത്. പാവപ്പെട്ടവൻ്റെ മക്കൾ നല്ല സ്കൂളിൽ ഇരിക്കാൻ പാടില്ല, നല്ല പിന്നെ കമ്പ്യൂട്ടറും അടക്കമുള്ള സംവിധാനങ്ങൾ പാടില്ല. അതിങ്ങനെ റഹീമിൻ്റെ സന്തതികളായിട്ട് അവരിങ്ങനെ ഇൻക്ലാബ് വിളിക്കാൻ വേണ്ടി വേണം. അപ്പോൾ ഇൻക്ലാബിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് റഹീമിനെ പോലുള്ള പ്രത്യയങ്ങളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യ നിരന്തരം ആക്ഷേപിക്കാറുണ്ടല്ലോ, ഇപ്പോൾ ഉത്തരേന്ത്യയും റഹീമും തമ്മിൽ വ്യത്യാസമില്ലാതെ മാറിയോ? ഉത്തരേന്ത്യയിൽ നിന്ന് നിങ്ങൾ അടി കിട്ടും. ഉത്തരേന്ത്യയിൽ പോയാൽ അവിടെ ബീഹാറിലൊക്കെ ഉള്ളവർ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ബീഹാറിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ എല്ലാം മാറിപ്പോയി. അവിടെയൊക്കെ ഇപ്പോൾ നിതീഷ് കുമാർ വന്ന് എല്ലായിടത്തും സ്കൂളും പിന്നെ നരേന്ദ്രമോദിയുടെ PM ശ്രീ പദ്ധതിയിൽ ഒരുപാട് സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാവർക്കും നല്ലപോലെ കിട്ടിപ്പോയി. അവിടെയൊന്നും ഇനിയിപ്പോൾ ചെന്ന് നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ നോക്കില്ല. ഇതിപ്പോൾ അവർ തിരിച്ചാ പറയുന്നത്, ആ കേരള വാല ഹേ എന്താ ചോദിക്കുന്നത്, ഈ ഊളത്തരം പറയുന്നവനെ തിരിച്ചു ചോദിക്കുകയാണ്, കേരള വാല ഹേ ആ മാർക്സിസ്റ്റ് ഹേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം മാർക്സിസ്റ്റുകാരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. കാരണം ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് നമ്മുടെ ഈ റഹീമിനൊക്കെ പകരമായിട്ടേ യെച്ചൂരിയെ ആക്കാനായിട്ട് എത്ര പേര് പറഞ്ഞതാണ്. യെച്ചൂരി മരിച്ചുപോയി, അല്ലെങ്കിൽ ആ ഇരുന്ന കാലത്ത് യെച്ചൂരിയെ MP ആക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പ്രകാശ് കാരറ്റ് നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. ഇല്ലെങ്കിൽ വേണ്ട വൃന്ദക്കാരട്ട്, ഒരു വനിതയെങ്കിലും, ആ വൃന്ദക്കാരട്ട് എന്ത് ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. അവരെയെങ്കിലും ആ രാജ്യസഭയിൽ അയച്ചിരുന്നെങ്കിൽ. ഈ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ബുദ്ധിജീവിയാണ് അവർ. അങ്ങ് സോവിയറ്റ് യൂണിയനിൽ പോയി പഠിക്കും, അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അറിവുള്ള മനുഷ്യരായിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്നാണ് ഈ റഹീം, ജെയ്ക്ക്, ചിന്തോ ആ രീതിയിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം? ഈ മാറ്റം ആണ് അവരാഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ബുദ്ധിയുള്ളവൻ വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു രാത്രിയാണെന്ന് പറഞ്ഞാൽ ഈ പകലിനെ അവർ പകലാണെന്ന് പറയും. പകലിനെ രാത്രിയാക്കാനും രാത്രിയെ പകലാക്കാനും ഇതുപോലെ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവർ വേണം. ഇപ്പം തന്നെ പിന്നെ കേരളത്തിൽ നടക്കുന്നതാണ് ഏറ്റവും നല്ല വികസനം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കണം. ധാർഷ്ട്യമില്ല എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമില്ല എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അഴിമതി ഇല്ല എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ല എന്ന് അംഗീകരിച്ചു കൊടുക്കണം. അപ്പം ക്യാപ്സ്യൂളുകൾ ഇറക്കിയാൽ ക്യാപ്സ്യൂൾ ഇങ്ങനെ വിഴുങ്ങിക്കോണം. ക്യാപ്സ്യൂൾ ജലം തൊടാതെ വിഴുങ്ങണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്തൊന്നും പാടില്ല, എങ്കിലേ അത് പറ്റുള്ളൂ. ഡോക്ടർ എന്ത് എഴുതി കൊടുത്താലും അത് വാങ്ങിച്ച് വിഴുങ്ങിക്കോളും. അത് പാവപ്പെട്ട ചില രോഗികളെ നമ്മൾ സ്ഥിതിച്ചറിയാം, അവർക്കറിയില്ല, വിജ്ഞാനമില്ല. ഇന്നിപ്പം പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ വിഴുങ്ങരുതെന്ന്. അപ്പോൾ ഈ ക്യാപ്സ്യൂളുകൾ ആവശ്യമില്ലാതെ വിഴുങ്ങരുത്. അത് ശരീരത്തിനും നല്ലതല്ല, തലച്ചോറിനും നല്ലതല്ല. ഒരുപാട് ക്യാപ്സ്യൂളുകൾ കൊടുത്ത് തലച്ചോറിനെ ബ്രേക്കാക്കി കളഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി. നമ്മുടെ പിള്ളേരുടെ എല്ലാം തലച്ചോറിനകത്ത്
ഈ ആൻറ്റിബയോട്ടിക് ക്യാപ്സ്യൂളുകൾ കയറി കിടക്കുകയാണ്. തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും നല്ലതിനെ ചീത്തയെന്നും ചീത്തയെ നല്ലതെന്നും പറഞ്ഞ് നമുക്കിപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ പിള്ളേർക്ക് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഏത് നല്ല ഭരണം, ഏത് ചീത്ത ഭരണം, ഏതാണ് കെട്ടവൻ, ഏതാണ് നല്ലവൻ എന്ന് അറിഞ്ഞുകൂടാതെ കൊലപാതകയുടെ അടുത്ത് വരെ ചെന്ന് പിള്ളേർ ചാടിക്കൊടുക്കല്ലേ, ആണായാലും പെണ്ണായാലും ഒക്കെ. കഞ്ചാവിൻ്റെ ഉപയോഗം വലിയ തോതിൽ ആയിക്കഴിഞ്ഞില്ലേ, എല്ലാ മയക്കുമരുന്നുകളും ഇവിടെ സുഭിക്ഷമായി. അപ്പം ഇത് ബൗദ്ധികമായി മാത്രമല്ല, നമ്മളെ ശാരീരികമായും കൂടെ തകർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ വ്യവസായം കള്ളായി മാറിയിരിക്കുകയാണ്. മദ്യ വ്യവസായമാണ് നമ്മുടെ വ്യവസായം. പിന്നത്തെ വ്യവസായം ചൂതാട്ടം, പിന്നെ ഇപ്പോൾ അഴിഞ്ഞാട്ടവും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് ക്ലബ്ബുകൾ, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം, അഴിഞ്ഞാട്ടം. രാത്രി 10 മണിക്കും 11 മണിക്കും സ്ത്രീക്കും പുരുഷനും ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം അഴിഞ്ഞാട്ടമാണോ എന്ന് പഴയ ആളെങ്കിൽ ചോദിച്ചാൽ ഇപ്പോൾ അടി കിട്ടുന്ന അവസ്ഥയാണ്. സ്ത്രീക്ക് അങ്ങനെ രാത്രി ഇറങ്ങി നടക്കുന്നത് എവിടെയാണ് നിയമം? അപ്പോൾ ഈ വിധത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തെ അധപ്പതിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ കഴിഞ്ഞത്, ഈ റഹീം മോഡൽ ആൾക്കാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഒക്കെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ വിപത്ത്. ഇത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മളിനി ഒരുപാട് ഗവേഷണം നടത്തിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.